ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഏത് സോങ് ആണെന്ന് പറയാൻ പറ്റുമോ? യെസ്, സിംഗാരി എന്ന കൊഞ്ചം കഥോടെ എന്ന കൊഞ്ചം റിങ്ക റിങ്ക. അപ്പൊ ഈ ഒരു സോങ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ അഞ്ജന മാധവന്റെ വെഡിങ് ഡാൻസിന് ഈ ഒരു സോങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ട്യൂട്ടോറിയൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇന്ന് ഈ ട്യൂട്ടോറിയലായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് പ്രധാന കാര്യം, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തില്ലേ, അതിന്റെ തന്നെ ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ആ വീഡിയോ കാണണമെങ്കിൽ നേരെ പോയി ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ ഈ വീഡിയോയും കാണാം. അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാതെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സോങ് ട്രെൻഡിങ് ആണ്, കറന്റ് ട്രെൻഡിങ് ആണ്. അപ്പൊ ഇതിന്റെ പല പല വേർഷൻസ് ഇറങ്ങുന്നുണ്ട്. ലൈക്ക് ആ ഫിലിമിലുള്ള അതേ കൊറിയോഗ്രാഫി ആൻഡ് റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് മൈ വേർഷൻ ആണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല നിങ്ങൾ വേറെ റീലിലൊക്കെ കാണുമ്പോൾ. എന്തായാലും ഈ ഒരു സോങ്ങിന്റെ ട്യൂട്ടോറിയൽ ചെയ്യാം നമുക്ക്. അപ്പോൾ യെസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട്, അതായത് നിങ്ങൾ എൻ്റെ ട്യൂട്ടോറിയൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? യെസ്, അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. സിംഗാരി എന്ന് കൊഞ്ചം സിക്കാമ സിക്കെടുത്ത. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെഗ് മൂവ്മെന്റ്സ് നോക്കിക്കോ. ലൈക്ക് ഒരു ട്വിസ്റ്റിംഗ് ആണ്. അതായത് നോക്കിക്കേ, 1 2. ഓക്കെ, ലെഗ് മാത്രം നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു, അതായത് ട്വിസ്റ്റിംഗ് ആണ്. 1 2, റൈറ്റില് ദെൻ ലെഫ്റ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഹാൻഡ് മൂവ്മെന്റ്സ്, റൈറ്റ് ഹാൻഡ് അപ്പ്, ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ. ഓക്കെ, അപ്പോൾ 1 2. ലെഗ് 3 അനുസരിച്ചിട്ട് ആദ്യം ഫസ്റ്റ് കൗണ്ട് റൈറ്റ് ഹാൻഡ് അപ്പ്, ദെൻ സെക്കൻഡ് കൗണ്ട് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അപ്പ്. ഓക്കെ, സോ ലെഗും ഹാൻഡും ഒരുമിച്ച് വരുമ്പോൾ 5 6 7 ഗോ 1 2. ഓക്കെ, ദെൻ ഹിപ്പ് മൂവ്മെന്റ് ആണ്. ഹിറ്റ് ഹിറ്റ്, ഒരു ഹിറ്റ് ഹിപ്പില്. ഓക്കെ, 1 2. ഓക്കെ, യെസ്, ഒന്നുകൂടി ചെയ്യാം. 5 6 7 ഗോ 1 2 3 4. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കല്ലേ. നെക്സ്റ്റ് മൂവ്മെന്റ് ഈ കാലിൽ തന്നെ ഫസ്റ്റ് 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് ചെയ്യുക. അതായത് 1 2 3 4. ആദ്യം ഈ റൈറ്റ് ലെഗ് കൊണ്ട് ഫ്രണ്ടിലേക്ക് 2 സ്റ്റെപ്പ്, ദെൻ ഈ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ഫ്രണ്ടിലേക്ക് 2 സ്റ്റെപ്പ്. ഓക്കെ, ഹാൻഡ് മൂവ്മെന്റ് താഴെ, പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നുമില്ല, താഴെ ഡൗൺ ഈ ഒരു പ്ലേസ് ആണ്. 5 6 7 ഗോ 1 2 3 4. 2 ഹിറ്റ് വീതം. ഓക്കെ, ഒരുമിച്ച് ചെയ്യാം. 5 6 7 ഗോ 1 2 3 4 5 6 7 8. ഓക്കെ, നെക്സ്റ്റ് മൂവ്മെന്റ് ക്രോസ് വെക്കാം. ലെഗ് ക്രോസ്, then straight, cross straight, cross straight. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. നമ്മൾ ക്രോസ് വെക്കുമ്പോൾ ഹാൻഡ് ബാക്കിലേക്ക്, 2 കൈയും ബാക്ക്, ദെൻ സ്ട്രെയിറ്റ് വരുമ്പോൾ ലെഫ്റ്റിലേക്ക്. അതായത് ആദ്യം റൈറ്റിലേക്ക് 2 കൈ പോവുക, ദെൻ ലെഫ്റ്റിലേക്ക് 2 കൈ പോവുക. അതായത് 1 2 3 4. ഓക്കെ, 5 6 7 ഗോ സിംഗാരി എന്ന കൊഞ്ചം സിക്കാമ സിക്കെടുത്ത കഥോടെ എന്ന കൊഞ്ചം. ഓക്കെ, റിങ്ക റിങ്ക. അപ്പൊ നമ്മൾ ഈ ലെഗ് മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം 1 2 3 4, അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, സ്ട്രെയിറ്റിന്ന് ലെഫ്റ്റിലേക്ക് പയ്യെ ടേൺ ചെയ്ത് വരിക. അതായത് 1 2 3 4. യെസ്, 5 6 7 ഗോ 1 2 3 4 5 6 7 8. ഹാൻഡ് ഓക്കെ, ഈ ഒരു മൂവ്മെന്റ്, അതായത് ഫ്രണ്ടിലേക്ക് പോവുക ലെഫ്റ്റിലേക്ക് വരിക, ഫ്രണ്ടിലേക്ക് പോവുക ലെഫ്റ്റിലേക്ക് റൗണ്ട് ചെയ്ത് വരിക. അങ്ങനെ 2 പ്രാവശ്യം അറിങ്ക അറിങ്ക. ഓക്കെ, അത് കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ റൈറ്റ് ലെഗ് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയല്ലേ. ഇനി ലെഫ്റ്റിലേക്കാണ് ആദ്യത്തെ മൂവ്മെന്റ്. നിങ്ങളുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്യാം, ഒരു സ്വിങ് പോലെ. ഓക്കെ, അതായത് 1 2, ഹാൻഡും സ്വിങ് പോലെ. 1 2 3 4. ഓക്കെ, റൗണ്ട് ചെയ്യാം. ചിലർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഐ പ്രിഫർ ലൈക്ക് ദിസ്. ഓക്കെ, അതായത് 1 2 3 4 റൗണ്ട് ചെയ്യുക. അതായത് ലെഗ് നോക്കിക്കോ, സ്വിങ് ചെയ്തു, ബാക്കി വന്നു, 1 2, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇനി ലെഫ്റ്റ്
എങ്ങോട്ട് പോകണം? റൈറ്റിലേക്ക് പോകണം. അതായത് സ്വിങ് 1 2 3 4. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ ആദ്യം ലെഫ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ റൈറ്റിലേക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കൈ ബാക്കിലേക്ക് പോവുക. ദെൻ റൗണ്ട് റൗണ്ട്, ദെൻ റൈറ്റിലേക്ക് പോവുക. അഗൈൻ റൗണ്ട് റൗണ്ട്. ഇത്ര ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, 5 6 7 ഗോ. സിംഗാരി എന്ന് കൊഞ്ചം സിക്കാമ സിക്കെടുത്ത കഥോടെ എന്ന് സുത്തറിങ്ക റിങ്ക. ഓക്കെ, തങ്ക തങ്ക. ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ നോക്കി കാണാൻ പറ്റും. ഞാൻ ഒരു എക്സ്പ്രഷൻ ആണ് ഇട്ടത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സ്കേർട്ടിൽ കൈ പിടിച്ചിട്ട് ഡൗൺ അപ്പ് ലെഫ്റ്റ്, അതിനുശേഷം തങ്ക തങ്ക തങ്കമേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു എക്സ്പ്രഷൻ ഇടൂലേ, അതുപോലെ ചെയ്തോ. അതായത് 1 2 3 4 5. അപ്പൊ നമുക്ക് ഇത്ര ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. 5 6 7 ഗോ. സിംഗാരി എന്ന് കൊഞ്ചം സിക്കാമ സിക്ക എടുത്ത കനോട എന്ന് കൊഞ്ചം റിങ്ക റിങ്ക. തങ്ക തങ്ക ഉന്നമ്മ പേച്ചുക്കിട്ട്. ഈ ഉന്നമ്മ നാ പേച്ചുക്കിട്ട് സന്തനമ്മ, ആ ഒരു പോർഷൻ ഞാൻ എക്സാക്ട് ഫിലിമിലെ ആ പോർഷൻ, ബിക്കോസ് ഇറ്റ്സ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. അപ്പം ഞാൻ ആ ഒരു വേർഷനാണ് ചെയ്തത്. അപ്പോൾ ആ വേർഷൻ തന്നെ ഞാൻ നിങ്ങളെയും പഠിപ്പിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് തങ്ക തങ്ക ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കാം. ഉണ്ണമ്മ പേച്ചുക്കിട്ടെ, അതായത് 2 ടാപ്പ് 1 2. ഓക്കെ, അപ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ ചെസ്റ്റ് ലെവല്, റൈറ്റ് ഹാൻഡ് അതിൻ്റെ താഴെ. ഓക്കെ, ലൈക്ക് ഒരു ഗൺ ഷോട്ട് പോലെ 1 2. ഓക്കെ, എന്താണ് 1 2, ദെൻ 3 4. ഓക്കെ, റൗണ്ട് ചെയ്ത് ഹിപ്പിൽ വരാം. ഏത്? റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ വരാം, ലെഫ്റ്റ് ഹാൻഡ് ഫോർ ഹെഡിൽ വരാം. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, അപ്പോൾ ആ 2 ടാപ്പ് ചെയ്ത് 3 4. മൊത്തത്തിൽ 4 ടാപ്പിങ്. ഓക്കെ, മൊത്തത്തിൽ 4 ടാപ്പിങ്. അതായത് 5 6 7 ഗോ. ഉണ്ണമ്മ പേച്ചുക്കിട്ട സന്തനമ്മ. ഓക്കെ അല്ലേ? യെസ്, അത് മൊത്തത്തിൽ 4 ടാപ്പിങ്. അതിനുശേഷം 1 2 3 4. റൈറ്റിലേക്ക് 2 ടാപ്പ്, ലെഫ്റ്റിലേക്ക് 2 ടാപ്പ്. ഓക്കെ, യെസ്, കൈ അവിടെ തന്നെ. നമ്മൾ ഓൾറെഡി കൈ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുകയല്ലേ. ഓക്കെ, ദെൻ 1 2 3 4. റൈറ്റിലേക്ക് 2 സ്റ്റെപ്പ്, ലെഫ്റ്റിലേക്കും 2 സ്റ്റെപ്പ്. ഓക്കെ, ഒന്നുകൂടെ. 5 6 7 നമ്മ പേച്ചുക്കിട്ട് സന്തനമ്മ ഈത്തുക്കിട്ട് കുങ്കുമമ്മ പാത്തേനെ എന്ന പോലെ. അത് പാത്തേനെ, അത് നോക്കിക്കോ, എക്സ്പ്രഷൻ ആണ്. ലൈക്ക് നമ്മുടെ ഒരു ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് പാത്തേനെ, ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന പോലെ. ആദ്യം 1 2 ദെൻ 3 4. ഇതിങ്ങനെയും ചെയ്യാം, കണ്ണ് കാണിക്കുന്ന പോലെ. ഞാൻ ഇങ്ങനെ 3 4. ഓക്കെ, ദെൻ കേട്ടേനെ. ആദ്യം എന്താ? പാത്തേനെ കണ്ണാലെ, കേട്ടേനെ ഉന്ന പോലെ. ഓക്കെ, ഉന്ന പോലെ, നിന്നെ പോലെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, അത്ര ഒന്ന് നോക്കിയാലോ. യെസ്, 5 6 7 എന്നമ്മ പേച്ചക്കിട്ട് സ്വന്തനമ്മ ഏത്തുക്കിട്ട് കുങ്കുമമ്മ പാത്തേനെ കണ്ണാലെ കേട്ടേനെ ഉന്ന പോലെ യാച്ചക്കിട്ട് സന്തനമ്മ. ആ ഒരു സ്റ്റെപ്പ് നോക്കിക്കോ. 1 2 3 4. ഓക്കെ, അതായത് ജസ്റ്റ് 1 ലെഫ്റ്റിലേക്ക്, 2 ലെഗിൻ്റെ പൊസിഷൻ ലെഫ്റ്റിലേക്ക്. ദെൻ 2, അതായത് റൈറ്റിലേക്ക്. അതായത് 1 2 3 4. സ്റ്റെപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒരു ട്വിസ്റ്റിംഗ് പോലെ, ബോഡി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ കൈ നോക്കിക്കോ. 1 2 3 4. ഓക്കെ, 1 2 3 4. യെസ്, 5 6 7 ഗോ. 1 2 3 4. അതായത് ലെഫ്റ്റിലേക്ക് ലെഗ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ
ബോഡി ഇങ്ങോട്ടാ ലെഫ്റ്റിലേക്ക് തന്നെ. 1. നീ റൈറ്റിലേക്ക് ആവുമ്പോഴോ റൈറ്റിലേക്ക് ബോഡി. ഓക്കെ, ദെൻ ലെഫ്റ്റിലേക്ക് ആവുമ്പോൾ എഗെയിൻ ലെഫ്റ്റിലേക്ക് ബോഡി, റൈറ്റിലേക്ക് ആവുമ്പോൾ എഗെയിൻ റൈറ്റിലേക്ക് ബോഡി. മൊത്തത്തിൽ 4 കൗണ്ട്. ഓക്കെ, 5, 6, 7 ഗോ. 1, 2, 3. ഓക്കെ, 4 കൗണ്ട് ഉണ്ട്. പക്ഷെ ഈ 4ാമത്തെ കൗണ്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങളുടെ റൈറ്റിനെ കൊണ്ടിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. അതായത് നിങ്ങളുടെ ബാക്കിലേക്ക് ടേൺ ചെയ്യാം. റൈറ്റ് ഷോൾഡർ ടേൺ ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, മനസ്സിലായോ? കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, എഗെയിൻ ആ സ്റ്റെപ്പ് തന്നെയാണ്. അതായത് ഈ ട്വിസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലെടുത്ത 4 കൗണ്ട് പോലെ തന്നെയാണ് നമ്മൾ ബാക്കിലേക്ക് തിരിയുമ്പോഴും. പക്ഷെ ഹാൻഡ് മാത്രം വ്യത്യാസമുണ്ട്. 1, 2 തൂക്കി വിട്ട്, ഇപ്പൊ തൂക്കി വിട്ട് കുങ്കുമമ്മ. ഓക്കെ, ഇങ്ങനെ മേലേക്ക് കൈ ലിഫ്റ്റ് ചെയ്ത് പോവുക. അതായത് 1, 2, 3, 4. ഓക്കെ, കിടി. യെസ്, അത്രയും ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു പോർഷൻ ഒന്നുകൂടെ ചെയ്യാം. 5, 6 അണ്ണമ്മ തേച്ചിട്ട് സന്ദനമാ പാറ്റേനെ കണ്ണാലെ കേട്ടേനെ ഉണ്ണ പോലെ യാച്ചിട്ട് സന്ദനമ്മ തൂക്കി വിട്ട് കുങ്കുമമ്മ. ഓക്കെ, ആ സ്റ്റെപ്പ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിലേക്ക്, അതായത് നിങ്ങളുടെ റൈറ്റ്, അതായത് ഇപ്പൊ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില്ലേ, നേരത്തെ ഉണ്ടായ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ റൈറ്റ് അല്ലേ, അതിങ്ങനെ 1, 2, 3, 4. ഹാൻഡ് മൂവ്മെന്റ് ഇസ് ലൈക്ക് ട്രേസിങ്. നോക്കിക്കേ, 1, 2, 3, 4. അങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് എത്തുക, മുന്നിലേക്ക് എത്തുക. മുന്നിലേക്ക് എത്തിയതിനു ശേഷം ഇറ്റ്സ് കൈൻഡ് ഓഫ് ജംപ് ലൈക്ക് 1, 2, 3, 4. ഓക്കെ, നിങ്ങളുടെ ടോയിലാണ്, മൊത്തത്തിൽ ജമ്പ് അല്ല, ടോ ജംപ്. 5, 6, 7 ഗോ. 1, 2, 3, 4. ഹാൻഡ് മൂവ്മെന്റ് എന്തായിരിക്കും? യെസ്, ദിസ് 1. ഓക്കെ, ആദ്യം റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കാണ് ഹാൻഡ്, റൈറ്റിലേക്ക് ആകുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഹാൻഡ് പോകേണ്ടത്. ഓക്കെ, 5, 6, 7 ഗോ. 1, 2, 3, 4. കിട്ടിയോ? ചെയ്ത് നോക്കിയാലോ. 5, 6 ഉണ്ണമ്മ പേച്ചിട്ട് സന്തനമായെത്തി വെച്ച് കുങ്കുമമ്മ പാത്തേനെ കണ്ണാലെ കേട്ടേനെ ഉണ്ണ പോലെയാത്തിട്ട് സന്തനമ്മ തൂക്കി വിട്ട് കുങ്കുമമ്മ റിങ്ക 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 തങ്ക തങ്ക തങ്ക. അത്ര ഓക്കെ അല്ലേ? നമുക്ക് റിങ്ക റിങ്ക കൂടെ എടുത്താലോ? ഓക്കെ, യെസ്. അപ്പൊ ഞാൻ വെഡിങ്ങിൽ ചെയ്ത റിങ്ക റിങ്ക നോക്കിക്കോ. യെസ്, ആദ്യം നിങ്ങളുടെ റൈറ്റ് ലെഗ് ടാപ്പ് സ്ലൈഡ്, ടാപ്പ് സ്ലൈഡ്, ടാപ്പ് സ്ലൈഡ്. റൈറ്റ് ലെഗ് കേട്ടോ, ടാപ്പ് സ്ലൈഡ്, ടാപ്പ് സ്ലൈഡ്. അപ്പോൾ ഹാൻഡ് നോക്കിക്കോ. 1, 2, 3, 4. റിങ്ക റിങ്ക റിങ്ക. ഓക്കെ, യെസ്. 5, 6, 7 ഗോ. റിങ്ക റിങ്ക റിങ്ക. തങ്ക തങ്ക തങ്ക. നമ്മൾ ആദ്യം റൈറ്റിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് എങ്ങനെ വരും? ടാപ്പ് ലിഫ്റ്റ്, ടാപ്പ് ലിഫ്റ്റ്, ടാപ്പ് ലിഫ്റ്റ്. ഓക്കെ, അതായത് 1, 2, 3, 4, 5, 6, 7, 8. ഇത് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ വരാ, ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു മൂവ്മെന്റ്. ഓക്കെ, പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ എന്നുള്ള ഈ മൂവ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 5, 6, 7 ഗോ. റിങ്ക റിങ്ക റിങ്ക. തങ്ക തങ്ക തങ്ക. എഗെയിൻ റിങ്ക റിങ്ക റിങ്ക. തങ്ക 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 തങ്ക. ഓക്കെ, എഗെയിൻ റിങ്ക റിങ്ക ഉണ്ട്. അത് നമ്മൾ എടുത്ത മൂവ്മെന്റ് നോക്കിക്കേ. 1, 2, 3, 4. ടാപ്പ് 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 ടാപ്പ്. ആദ്യം റൈറ്റ് 2 times, then left 2 times. 1, 2, 3, 4, 5, 6, 7, 8. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കണ്ടോ. ബാക്കിലേക്ക് പോയി ഫ്രണ്ടിലേക്ക് വന്നു, ബാക്കിലേക്ക് പോയി ഫ്രണ്ടിലേക്ക് വന്നു. എഗെയിൻ റിങ്ങ റിങ്ങയാണ്. അപ്പോൾ റിങ്ങ റിങ്ങ റിങ്ങ. തങ്ക 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 തങ്ക. ഇത്രയാണ് ഗൈസ് അതിൻ്റെ സ്റ്റെപ്സ്. ഈസി അല്ലേ? ഒരു ഈസി കൊറിയോ തന്നെയാണ്. ആൻഡ് ഓൾസോ പെട്ടെന്ന് തന്നെ പഠിക്കാന്നാണ്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു വെഡിങ് ഡാൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഡാൻസ് തന്നെയാണ് കേട്ടോ. മീൻസ് അത് കേൾക്കാൻ നല്ല രസമാണ്. ആൻഡ് വേഗം തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വേഗം തന്നെ പഠിക്കാൻ പറ്റും. ഞങ്ങളിത് ആക്ച്വലി വിത്തിൻ എന്താ പറയുക
വളരെ ചുരുക്ക സമയം ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് ഞാനും ദേവും കൂടെ പഠിച്ചൊരു ഡാൻസ് ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡാൻസ്, ബിക്കോസ് അവൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഇത് ചെയ്താണ് നമ്മുടെ ബാക്കി സ്റ്റെപ്സുകളൊക്കെ വെച്ചിട്ട്. സോ യാ, ദിസ് ഇസ് ദ വീഡിയോ ഗൈസ് ആൻഡ് ദിസ് ഇസ് ദ ട്യൂട്ടോറിയൽ. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒരുമിച്ച് കളിക്കാം. ഓക്കെ അല്ലേ? കം ഓൺ. തങ്ക തങ്ക പറ സിംഗാരി എന്ന கொஞ்சம் കാമസിക്ക് എടുത്ത കാതോ റിംഗ റിംഗ നരല പിന്നാടി വന്നാൽ തങ്ക തങ്ക ഉണ്ണമ്മ പേച്ചിക്കിട്ട സന്തനം ആയത്തി വെച്ച കുങ്കുമം നാല കേട്ടേനെ ഒന്ന തൂക്കി വെച്ച് കൊണ്ടനുമാ റിംഗ 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 തങ്ക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ട്യൂട്ടോറിയൽ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊറിയാണ് വെഡിങ് ഫംഗ്ഷനിലും പിന്നെ ചുമ്മാ കളിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ഈസി ആയിട്ടുള്ള ഒരു കൊറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എല്ലാവരും പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ വേഗം തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ചുമ്മാ ഇങ്ങനെ കമന്റ്സിലൂടെ പോയപ്പോഴാണ് യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ സാഹിബ 2 അല്ലേ? സോറി ഗൈസ്, ആക്ച്വലി മിസ്സായി പോയതാണ്. അപ്പൊ സാഹിബയുടെ പാർട്ട് 2-ന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ആ കമന്റ് കണ്ട് കൂടുതൽ പേരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ ഡു ദാറ്റ് വീഡിയോ. സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. കാരണം വേറൊന്നുമല്ല, സോങ് ഓൾറെഡി ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പഠിക്കാൻ ആഗ്രഹം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിപ്പോ ഒരാളായിക്കോട്ടെ രണ്ടാളായിക്കോട്ടെ എന്തായാലും ഞാൻ സാഹിബ 2 ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യുക, സിംഗാരി പോയി കളിക്കുക ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.